ഹലോ നമസ്കാരം. ഇത് പഴുത്ത ഇരുമ്പാമ്പുളിയാണ്. ഈ ഇരുമ്പാമ്പുളി വെച്ചിട്ട് നമ്മളെ തേനിൻ്റെ ഒരു ജാം ഉണ്ടാക്കാൻ പോകും. ഞാൻ ജാം ഉണ്ടാക്കിയിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഇരുമ്പാമ്പുളി ജാം കേട്ടോ. പഴുത്ത ഇരുമ്പാമ്പുളി വെച്ചിട്ട് ജാം ഉണ്ടാക്കിയത്. ഇതിൽ ഞാൻ ഏലക്ക ചേർത്തിട്ടുണ്ട്, അണ്ടിപ്പരിപ്പ് ചേർത്തിട്ടുണ്ട്, ഉണക്കമുന്തിരി ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ തേന് കുറച്ച് കൂടുതൽ ചേർക്കണം, എന്നാലേ നമുക്ക് ആ പുളി കുറച്ചൊന്ന് ഒതുങ്ങി കിട്ടുള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ട്. കുറച്ച് കൊണ്ടിട്ടുണ്ട്, എങ്ങനെയുണ്ട് നോക്കാമല്ലോ. ഓക്കെ, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്ക് ഇഷ്ടപ്പെടും ഇത്. പഴുത്തിരുമ്പാമ്പുളി നമ്മളൊക്കെ എപ്പോഴും കളയുന്ന സാധനമല്ല ഇത്. നല്ല നല്ല നല്ലൊരു പ്രത്യേക ടേസ്റ്റ് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല. ഓക്കെ.